ആറ്റുകാൽ അമ്മയെ വരെ വെള്ളം കുടി മുട്ടിച്ച കോർപ്പറേഷൻ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അപൂർവത. എന്തൊരു ശാന്തതയാണ്! തലസ്ഥാന നഗരത്തിൽ ഒരു മാസമായി കുടിവെള്ളമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരമേറ്റ് 2 മാസം കഴിയുമ്പോൾ കയ്യും കാലൂട്ട് അടിക്കുകയാണ്. നാട്ടുകാർ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വരുന്ന, എങ്ങനെയാണ് ഭരണം നടത്തേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന അവകാശവാദവുമായി എത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താണ് അവസ്ഥ? എന്ത് പൂമാല! കഴിവുകേടിന്റെ അപ്പോസ്തലന്മാരാണെന്ന് കേവലം 2 മാസം കൊണ്ട് നമ്മുടെ മുന്നിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് ഭക്ത കുചേലന്മാരാണ്. ആറ്റുകാൽ അമ്മച്ചി തന്നെ തലയിൽ കൈവച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു ഗതികേട് ഈ നഗരത്തിന് വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഈ സർക്കാരിന്റെ തോളിലേക്ക് ചാരാനാണ് സംഘികളെല്ലാം കൂടി വെപ്രാളപ്പെടുന്നത്. അതായത് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ജൽജീവൻ മിഷനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയണ്ട. എല്ലായിടത്തും കുടിവെള്ളം ജൽജീവൻ മിഷനിലൂടെ എത്തിച്ചു എന്നാണ് ഇത്രയും കാലം തള്ളിക്കൊണ്ടിരുന്നത്. കേന്ദ്ര പദ്ധതി, കേന്ദ്ര വികസനം മാത്രമാണ് കേരളത്തിലുള്ളതെന്ന്. എവിടെയുടെ നിങ്ങളുടെ ജൽജീവൻ മിഷൻ? നാട്ടുകാർക്ക് മര്യാദയ്ക്ക് കുടിവെള്ളം കൊടുക്കാതെ കുറെ മാധ്യമങ്ങളെ സെറ്റാക്കി അവർ മിണ്ടാതിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് മേയറെയും നഗരസഭാ ഭരണസമിതിക്കെതിരെയും ഒരംശം പോലും വിമർശനം ഉന്നയിക്കാതെ പൊതിഞ്ഞു പിടിക്കുന്ന മാധ്യമ പ്രവർത്തനം നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടിവെള്ളം മുട്ടിച്ച മേയറെ എന്നൊരു ക്യാപ്ഷൻ കൊടുക്കാനോ, അല്ലെങ്കിൽ കുടിവെള്ളം എവിടെ മേയറെ എന്ന ചോദ്യം ചോദിക്കാനോ, ക്യാമ്പയിൻ നടത്താനോ, നാടുനീളെ ഓരോ പ്രദേശത്തും ചെന്ന് വീട്ടുകാരോട് കോർപ്പറേഷൻ വെള്ളം തന്നു എന്ന പ്രതികരണങ്ങൾ പോലും എടുക്കാതെ ഈ ഗുരുതരമായ അനാസ്ഥ, ഈ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടും അതിനോട് നിസ്സംഗതയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ കേരളത്തിന്റെ പൊതുസമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത്രയും ദിവസം ഇവിടെ ഭരിച്ച ഒരു ഭരണസമിതി, അവരെ കുറ്റപ്പെടുത്താൻ എന്തൊരു ആവേശമായിരുന്നു! എന്ത് തെറ്റും മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രശ്നമാണ്. ഒരു സവർണ സംഖ്യയായിട്ടുള്ള വി രാജേഷ് ആ കസേരയിൽ ഇരുന്നപ്പോൾ സംഖ്യ മനസ്സുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇതെല്ലാം സാധാരണമായി സംഭവിക്കുന്നത്. ഇതൊന്നും വാർത്തയാകേണ്ടതല്ല, ഇതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ടതല്ല. ഒരു ഉത്സവകാലത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കുടിവെള്ള പ്രശ്നം അരങ്ങേറുന്നത്. എന്തായാലും തലസ്ഥാന വാസികളോട് നൽകാനുള്ള ഒരു ചെറിയ ഉപദേശം, നിങ്ങൾ കുടിവെള്ളം കിട്ടുന്നില്ലെങ്കിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലൊക്കെ ആർക്കും കുടിവെള്ള പ്രശ്നമില്ല. അവരെല്ലാം വെള്ളത്തിൽ കിടന്ന് നീന്തി നീരാടുകയാണ്. അതുപോലെ തന്നെ വി രാജേഷിന്റെ വീട്ടിലും നിങ്ങൾ ഈ പാത്രവും ബക്കറ്റെല്ലാം എടുത്തുകൊണ്ട് നേരെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാത്തത് മാറ്റിത്തരാമെന്ന പ്രഖ്യാപനത്തോടെ വന്ന വി രാജേഷിന്റെ വീട്ടിലേക്കൊക്കെ ചെല്ലണം. വെള്ളം തന്നിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തേണ്ട സമയമാണ്. നിങ്ങളിൽ വികാരം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഗുരുതരമായ അനാസ്ഥ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ നഗരസഭയുടെ വീഴ്ചയാണെന്ന് പറയാതെ പൊതിഞ്ഞു പിടിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് കഴിവുകേടിന്റെ പര്യായത്തെക്കുറിച്ച് അവർക്ക് ഒരു കാണ്ടം നീണ്ട തലക്കെട്ടുകൾ എഴുതണ്ട, അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ തേടണ്ട, വിദഗ്ധരുടെ അഭിപ്രായം തേടണ്ട. എന്തൊരു ശാന്തതയാണ്! ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നാട്ടുകാരെ തിരിച്ചറിയൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൃഷ്ഠം താങ്ങൽ പരിപാടി. ഇവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കുറേ കാലമായിട്ടും മര്യാദയ്ക്ക് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു. അവരെക്കുറിച്ച് കുറ്റം കുറ്റം കുറ്റം, നാവ് കൊണ്ട് ഡയലോഗാണ്, ഇങ്ങനെയല്ല ഭരിക്കേണ്ടത്, ഞങ്ങൾ കാട്ടിത്തരാന്ന്. ഒരാഴ്ചയായിട്ട് വെള്ളമില്ലാതെ ജനം കിടന്നപ്പോൾ ഭരിച്ച് തകർത്ത് മിടുക്ക് കാണിക്കാൻ വന്നവരുടെ കഴിവുകേട് ജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് കേവലം 1 മാസം. ആറ്റുകാൽ അമ്മച്ചി പോലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഈ മാരണങ്ങൾ ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അലഞ്ഞിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണല്ലോ ഇവിടെ കയറി ഇരിക്കുന്നതെന്ന് തോന്നുന്ന അവസ്ഥ. ആ സന്ദർഭത്തിലും ഒരു പ്രതിഷേധമോ ഒരു ആവേശമോ ഇതിൽ നഗരസഭയെ ഒരു കുറ്റപ്പെടുത്തൽ പോലും നടത്താത്ത കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാമാപ്പണിക്കാർക്ക് ഒരു നമോവാകം.